ദൈവം ചില ചുമതലകൾ നമുക്ക് നൽകിയിരിക്കുന്നത് അത് നിശ്ചയിച്ച് ദൈവത്തിനനുസൃതമായിട്ടുള്ള സമയത്ത് പൂർത്തീകരിക്കുവാനാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിന് ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന സമയത്ത് അത് പൂർത്തീകരിക്കണം എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. മിസ്രൈമിൽ എൻ്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു, അവരുടെ ഞരക്കവും കേട്ടു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മോശ എന്ന ദൈവഭക്തനെ അവിടെ ദൈവം വിളിക്കുന്ന ഒരു സന്ദർഭമാണ്. അവിടെ ആ വാക്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ വരിക എന്നാണ് അവിടെ പറയുന്നത്. ദൈവം പറയുകയാണ്, ഇപ്പോൾ തന്നെ വരിക. ദൈവം ചില കാര്യങ്ങൾ നമുക്ക് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു അനുഭവത്തിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. എന്നാൽ പലപ്പോഴും നാം ഇതൊക്കെയും തിരസ്കരിച്ചുകൊണ്ട് നാം നമ്മുടെ ഹിതപ്രകാരം മാനുഷിക ബുദ്ധിയിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവ വിളി തിരിച്ചറിയാതെ വണ്ണം ദൈവം അരുളി ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ തയ്യാറാകാതെ നാം മുന്നോട്ട് പോകുന്നു. ഇതിന്റെ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു അനുഭവമാണ്. അതിൽ തിരുവചനത്തിൽ തന്നെ നമുക്കതിന്റെ ഉദാഹരണം കാണുവാനായിട്ട് കഴിയും. എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ എസ്തർ എന്ന വനിതയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. എന്തിനെ തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഹാമാൻ എന്ന ഒരു വ്യക്തിയുടെ പീഡകൾ അല്ലെങ്കിൽ ഹാമാൻ മൂലം യഹൂദ ജനത്തിന് കഷ്ടത ഉണ്ടാകും എന്നതിൻ്റെ ഭാഗമായിട്ട് ആ കഷ്ടതയിൽ നിന്നും ദൈവജനത്തെ വിടുവിക്കുവാനായിട്ടാണ് അവിടെ എസ്തർ എന്ന വനിതയെ ദൈവം തിരഞ്ഞെടുത്തത്. എന്നാൽ അവിടെ നാം 4-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, മൊർദെഖായിയോട് എസ്തർ പരാതി പറയുന്ന ഒരു അനുഭവം കാണുവാൻ കഴിയുന്നു. തനിക്ക് രാജാവിന്റെ അടുക്കിലേക്ക് ക്ഷണം ലഭിച്ചില്ല, തൻ്റെ ഭാഗത്തു നിന്നും ഒരു സഹായവും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത എസ്തറിന്റെ പക്കൽ നിന്നും വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ അവിടെ മൊർദെഖായി കൊടുക്കുന്ന ഒരു ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. അവിടെ 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം. ഇവിടെ പറയുകയാണ്, യഹൂദന് മറ്റൊരു തലത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ രക്ഷ കൈവരിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അതിന് ദൈവ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായിട്ട് ചെയ്യേണ്ടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതം നാശപൂർണമായി തീരും എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നാം ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവ വിളിക്കൊത്തവണ്ണം മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവിക പദ്ധതി ഒരുപക്ഷെ നാം ഇപ്പോൾ ഇറങ്ങുവാൻ പറഞ്ഞാൽ അവിടെ അബ്രഹാമിനെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കുകയാണ്. നീ ദേശത്തെയും ചർച്ചക്കാരെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക, നിനക്കുള്ള സകലവും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. അബ്രഹാം ഒരക്ഷരം പോലും മറത്തു പറയാതെ അവിടെ യാത്ര പുറപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവിക പദ്ധതി പ്രകാരം ദൈവിക കൽപ്പന പ്രകാരം നാം മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നു, പത്രോസ് അവിടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യേശു കർത്താവ് വിളിച്ച് വേർതിരിക്കുന്നത്. എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് കർത്താവ് പത്രോസിനോട് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ഭാഗത്തിൽ പറയുന്നു, പത്രോസ് ആ വലയും സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയും. നാമും നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവിക പദ്ധതി പ്രകാരം ദൈവം അരുളി ചെയ്യുന്ന സമയത്ത് നമുക്ക് അവനോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട് കഴിയണം. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പലതരത്തിലുള്ള മാറ്റങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നൽകും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബ്രഹാമിന്റെ ജീവിതം എന്ന് നാം മനസ്സിലാക്കുക. അതിനാൽ തന്നെ പ്രകാരമായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.